ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. ഈശോയുടെ ഗിരിപ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ ശുശ്രൂഷയുടെ വെളിപ്പെടുത്തലാണ് നമുക്ക് നൽകുക. ഏറെ സന്തോഷകരമായ ഒരു സുവിശേഷത്തിൻ്റെ തുടക്കം അഷ്ടസൗഭാഗ്യങ്ങളുടെ നിര തമ്പുരാൻ നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുകയാണ്. ഭാഗ്യം ചെയ്തവരാകാൻ, ഭാഗ്യപ്പെട്ടവരായി മാറാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്, ആരൊക്കെയാണ് ഈ ഭാഗ്യം ലഭിച്ചവരുടെ ഗണത്തിൽ പെടുക എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നും, സത്യത്തിനു വേണ്ടി വേദനയും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നവന് സ്വർഗരാജ്യം അവകാശപ്പെടുമെന്നുമൊക്കെയുള്ള അവിടുത്തെ വാഗ്ദാനം നമ്മിലെ ഉളവാക്കുന്നത് ഏറെ പ്രത്യാശയുടെ വചനങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരാവുക എന്ന് തുടങ്ങിയുള്ള 8 ചുവടുകളിലൂടെ നമ്മൾ മെല്ലെ മെല്ലെ കയറി മുന്നോട്ട് പോകുമ്പോൾ നാം എത്തുന്ന തലമാണ് സ്വർഗരാജ്യം. ഈ അഷ്ടസൗഭാഗ്യങ്ങളുടെ തലങ്ങളിലൂടെ, പടികളിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും അഭിമാനത്തോടെ ഈ ചുവടുകൾ വയ്ക്കുക തന്നെ വേണം. ഈ ലോകം വലുതെന്ന് കരുതുന്നതല്ല ഒരുവന് സ്വർഗഭാഗ്യം നൽകുന്നത് എന്ന്, ദാരിദ്ര്യത്തിൻ്റെ പുണ്യമെന്താണെന്ന്, കരയുന്നതിൻ്റെ വിലയെന്താണെന്ന്, ഹൃദയത്തിൽ സംശുദ്ധി പാലിക്കുന്നത് കൊണ്ടുള്ള നന്മയെന്താണെന്ന്, വേദനകളും സഹനങ്ങളും കൈനീട്ടി സ്വീകരിക്കുന്നതിലുള്ള സുഹൃതം എന്താണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ 8 കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് കോറിയിടുന്നത് ഒരുപക്ഷെ ഈ ലോകം വലുതെന്ന് കരുതുന്ന, ഗണിക്കുന്നതൊന്നുമല്ല. ഈ ലോകത്തിലെ ഭാഗ്യങ്ങളുടെ ലിസ്റ്റല്ല ഈശോ നൽകുക, സ്വർഗരാജ്യം സ്വന്തമാക്കാനുള്ള വഴികളാണ്. സ്വർഗത്തെ സ്വന്തമാക്കാനുള്ള കുറുക്കു വഴികൾ ഈശോ നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ദുഃഖവും ദുരിതവും വേദനയെന്ന് നാം കരുതുന്ന പലതും സ്വർഗരാജ്യപ്രവേശനത്തിൻ്റെ നാന്ദി കുറിക്കുന്ന മേഖലകളാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്, വേദന തോന്നുന്നത്, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ക്ലേശപാതകളിലൂടെ കടന്നു പോകുന്നത്, അവരനോട് കരുണ കാണിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തുടുപ്പുകൾ മാറ്റിവെക്കുന്നത്, തിരുവചനത്തിനു വേണ്ടി കാതോർക്കാൻ മനസ്സ് കാണിക്കുന്നത്, ഹൃദയത്തിൽ നൈർമല്യം കാത്തു സൂക്ഷിക്കുന്നത്, സഹനങ്ങളെ പൂമാലകളാക്കി സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത്, ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അതിനെ പഴിക്കാതെ, പദം പെറുക്കി കരയാതെ ദൈവത്തിന് നന്ദി പറയുന്നവരാകാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ സൗഭാഗ്യത്തിൻ്റെ ശ്രേണികളിലൂടെ നമുക്ക് നടക്കാം. ഈ ലോകം വലുതെന്ന് കരുതുന്നതൊന്നുമല്ല നമുക്ക് വില നൽകുന്നത് എന്ന തിരിച്ചറിവോടുകൂടി, കർത്താവെ, നിൻ്റെ അനന്തമായ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ ഈ ലോകത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങളെ കൈനീട്ടി സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഭക്തിപൂർവ്വം നമുക്ക് ഈ ദിവസത്തിൻ്റെ പുണ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.